ACL എന്ന് പറയുന്ന ഇഞ്ചുറീസ് സാധാരണ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 വരെ നമ്മൾ നോൺ സർജിക്കൽ ആയിട്ടായിരിക്കും മാനേജ് ചെയ്യുന്നുണ്ടാവുക. ഗ്രേഡ് 3ഉം ഗ്രേഡ് 4ഉം മിക്കവാറും നമ്മൾ സർജറീസിന് ഓപ്റ്റ് ചെയ്യും. ആഫ്റ്റർ ദി സർജറി എന്തൊക്കെയാണ് കാര്യങ്ങൾ സാധാരണ നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് എവിടെ നിന്ന് എടുത്തു, മിക്കവാറും ഹാംസ്ട്രിങ് ഒക്കെ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. സോ അങ്ങനെ കഴിയുമ്പോൾ എക്സ്റ്റൻഷൻ ലാഗ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവും. മുട്ട് കംപ്ലീറ്റ്ലി നിവരാനായിട്ടൊരു ബുദ്ധിമുട്ട്. ഫസ്റ്റ് കറക്റ്റ് ചെയ്യേണ്ടത് ആ എക്സ്റ്റൻഷൻ ലാഗ് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. ACL റീഹാബിന്റെ പാറ്റേൺ ആയിട്ട് നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് 2 കാലിലും നമ്മൾ ഒരുമിച്ച് റീഹാബ് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് കറക്റ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ലെങ്കിൽ വീണ്ടും ആ ഗ്രാഫ്റ്റമിക്ക് സ്ട്രെയിൻ കൂടുതൽ വരും. ACL സർജറി കഴിഞ്ഞ ആൾക്കാർക്ക് എക്സ്റ്റൻഷൻ ലാഗ് ഇല്ലാതിരിക്കുന്നതാണ് മെയിൻ പ്രയോറിറ്റി. ആൻഡ് ദെൻ you will have to measure the bulk of your quadriceps muscles. മസിൽസിന്റെ ടോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊന്ന് അസസ് ചെയ്യണം. സ്വെല്ലിംഗ് ഒന്നും ഇല്ലല്ലോ എന്നുള്ളത് അസസ് ചെയ്യണം. സർജറി സൈറ്റിൽ ഇൻഫെക്ഷൻ വരാതെയും നമ്മൾ നോക്കണം. സോ ഇതൊക്കെയാണ് ഗ്രാജുവലി ACL സർജറി കഴിഞ്ഞ ആൾക്കാർക്ക് നമ്മൾ മെയിൻലി അഡ്രസ് ചെയ്യുക.